ശ്രീമതി നുസ്രത് ജഹാൻ, പഴി പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയം ആയി തന്നെ എടുത്താൽ പോലും ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി പൊരുതേണ്ടത് സ്ത്രീകൾ തന്നെയാണ് എന്ന് തന്നെ അവസാനം പറഞ്ഞു വെക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിൽ പൊരുതുന്ന സ്ത്രീകൾക്ക് ചില കൈത്താങ്ങുകൾ ആവശ്യമാണ്. ആ കൈത്താങ്ങുകളാണ് ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും പോലീസ് സംവിധാനങ്ങളും എന്ന് പറയുന്നത്. നിരന്തരം അധിക്ഷേപിച്ച് ഏതൊരു സമരത്തെയും അടിച്ചൊതുക്കലല്ല ഈ വിപ്ലവ ലോകത്ത് വേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പുരുഷ സമൂഹം ആലോചിക്കുന്നേ ഇല്ല എന്ന് തന്നെയല്ലേ നമുക്ക് ഏറ്റവും ഒടുവിലായി നടക്കുന്ന ആശാ സമരത്തെ താരതമ്യം ചെയ്താൽ പറയാൻ സാധിക്കുന്നത്. അതെ, പുരുഷ സമൂഹം ഒരിക്കലും അത് അംഗീകരിച്ചു തരാന് പരസ്യമായി അംഗീകരിച്ചു തരാൻ ഭയങ്കര മടിയാ. അത് മെജോറിറ്റി അങ്ങനെ തന്നെ വരുന്നുള്ളൂ. അത് എന്തുകൊണ്ട് മതമാണോ ജാതിയാണോ ഒന്നും പറയാൻ ഇപ്പോ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. പിന്നെ നമ്മള് ഇപ്പോ അവര് പറഞ്ഞല്ലോ, രാഖിജി പറഞ്ഞ മോണോലിസിനെ പറ്റിയിട്ട് കുംഭമേളയിൽ വന്ന പെൺകുട്ടി അക്ഷരജ്ഞാനില്ലാത്ത അതിനെ പറ്റി എനിക്കൊന്ന് വ്യക്തമാക്കണം എന്നുണ്ട്. കാരണം കുംഭമേളയിൽ ആകെ ഒരു മോണോലിസനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കേരളം, പ്രത്യേകിച്ചും കേരളം മഹാകുംഭമേള കോടിക്കണക്കിന് ആൾക്കാർ അവിടെ വന്നതില് ഒരുപാട് പെൺകുട്ടികൾ മാലവിക്കാൻ വന്നു. പക്ഷെ ഈ പിന്നെ മോണോലിസ മാത്രം വൈറലായതിന്റെ ഒരു കാര്യമുണ്ട്. ഈ മോണോലിസ അതിന്റെ ഗൂഗിൾ അക്കൗണ്ട് അല്ല, ഇൻസ്റ്റ നോക്കുക. അവരാദ്യമേ അതൊരു ടാർഗറ്റ് ഇട്ട ഒരു പ്രീ പ്ലാൻഡ് വൈറലായിരുന്നു വൈറലായിട്ടുള്ളത്. അവര് 50 ലാഖിൽ അധികാരം 50,000 എല്ലാം പാസ്പോർട്ട് എടുത്ത് നാട് വിടുക. ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ, ആരോ സംസാരിക്കുന്ന ഇടയില്. ഹലോ ശ്രീമതി നുസ്രത് ജഹാൻ, ഇവിടെ നിന്നല്ല, തുടരാം. ഓക്കെ. അപ്പോ ഈ ഒരു പിന്നെ നമുക്കറിയാം, പിന്നെ ഈ മോണോലിസനെ വൈറലാക്കിയത് ആരാ? ഈ യൂട്യൂബേഴ്സും ലോകത്തിലുള്ള. പിന്നെ അക്ഷരം പഠിച്ചിട്ടില്ല മോണോലിസ എന്ന് എങ്ങനെയാ പറയാ? ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം. അതിന് മുമ്പ് തന്നെ 50,000 മേലെ പിന്നെ ഫോളോവേഴ്സ് ഉള്ള മോണോലിസയാണ് മാലവിക്കാൻ അവിടെ എത്തിയതും കുറച്ച് പോയത്. ഇതൊരു പ്രീ പ്ലാൻഡ് ഒരു വൈറൽ തരംഗം ഉണ്ടാക്കിയതാ. ഇത് മനസ്സിലാവാത്ത കുറെ ആൾക്കാർ ഇപ്പൊ വേണമെങ്കിൽ മോണോലിസന്റെ ചാനലും യൂട്യൂബ് ചാനലും ഇൻസ്റ്റ എടുത്ത് പരിശോധിക്കുക. അവരിപ്പൊ എന്താ ചെയ്യണം? ഞാൻ ആരെയും അധിക്ഷേപിക്കല്ല. പക്ഷെ ഒരു കുട്ടി അങ്ങനെ രക്ഷപ്പെട്ട് ഒരു വലിയ ഫിലിം സ്റ്റാർ ആണെങ്കിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ കുട്ടീനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീന്റെ കൂടെയുള്ള മാഫിയ സംഘങ്ങളൊന്നും ഇപ്പൊ നോക്കിയാൽ അറിയാം. ഇപ്പൊ കോഴിക്കോടിൽ എത്തിയത് എങ്ങനെയാ? കോഴിക്കോട് എത്തി. പിന്നെ മധ്യപ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സ്കൂളുകളുണ്ട്. കുട്ടി സ്കൂളിൽ പോകാത്ത ആരെയും കുറ്റല്ല. അപ്പൊ ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെട്ട് മാല വിൽക്കാൻ അച്ഛന്റെയും അമ്മന്റെയും കൂടെ എല്ലാ സ്റ്റേറ്റിലൂടെയും നടക്കുന്ന, നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ നാടാരിച്ചി പെൺകുട്ടികൾ എന്ന് പറയുമായിരുന്നു മലയാളത്തിൽ. അവിടെ അങ്ങനെ പിന്നാലെ നടക്കുമ്പോ സ്കൂളിൽ പോകാൻ കഴിയില്ല എല്ലാ സ്ഥലത്തും. എന്തുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല? MBBS കോളേജിന് അടക്കം കേരളത്തില് പിന്നെ ഇന്റേൺഷിപ്പ് കൊടുക്കാത്ത കോളേജില് മധ്യപ്രദേശിൽ കുട്ടികൾ പിന്നെ മെഡിക്കൽ കോളേജിൽ പോകുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശില്. അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മോണോലിസ അവിടെ വന്നു എന്നുള്ള. മോണോലിസ സ്കൂളിൽ പോകാത്തോണ്ട് അവരുടെ അജണ്ട വേറെയാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും എന്നുള്ളത് ഞാൻ പറയുന്നു. അതേപോലെ മഹാകുംഭമേളയില് എന്റെ അട്രാക്ഷൻ മാറ്റാൻ വേണ്ടി വന്ന ഒരു മോണോലിസ ആയിരുന്നില്ലേ? വേറെ എന്തെല്ലാം സംഭവങ്ങൾ അവിടെ വന്നു ആ മഹാകുംഭമേളയില്. ആരെങ്കിലും എന്തിനെ പറ്റിയും പറയുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ടു ഒരു വലിയ ചാനൽ പോലും അതിനെ ആക്ഷേപിച്ച് പറഞ്ഞു. അതിലുപോലെ തന്നെ നാഗസന്യാസി ഇന്ത്യന്റെ ട്രഡീഷൻസ് എങ്ങനെ ഒത്തുകൂടാന്ന് കണ്ട ഒരു സംസ്കാരത്തിലെ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളെ ഈ ഉത്സവങ്ങളും നമ്മുടെ ജാതി ഏത് ജാതിന്റെ ആയാലും നമ്മളെ ഒരു കൂട്ടായ്മയും നമ്മളെ ഒത്തുചേരലും സെലിബ്രേഷൻസും ഒക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ശക്തി നൽകും. അതിൽ പോയ ഒരാളെ അപമാനിച്ചായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുംഭമേളയിൽ പോയ ഒരു പെണ്ണിനെ അപമാനിച്ചു കേട്ടിട്ടുണ്ടോ? പക്ഷെ അവിടെ പോയി പെണ്ണിന്റെ കുളിക്കടവില് പെണ്ണിന്റെ വീഡിയോ എടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെയും പോയി. അതാണ് ഇങ്ങനത്തെ പണിയെടുക്കുന്ന വൃത്തികെട്ടവന്മാര് എല്ലാ സ്ഥലങ്ങളിലും എത്തും. പെണ്ണിനെ അപമാനിക്കാൻ ഒരു ചാൻസ് കിട്ടണ എവിടെയാണ് നോക്കുക. അവിടെ ഇപ്പൊ ആരെങ്കിലും തുണി മാറിയ നോക്കാൻ അവിടെ ആർക്കും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാം, ആ ഗംഗാ തീരത്ത് തന്നെ റൂമിലൊന്നും ക്യൂ നിൽക്കാൻ പറ്റാതെ
അവിടെ ഒരു പെൺകുട്ടി മറച്ചു പിടിച്ചു വന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഡ്രസ്സ് മാറിയത്. ഒരു പെൺകുട്ടി അമ്മയെ സഹായിച്ച്. അങ്ങനെ ഓരോരുത്തരെ സഹായിച്ചാണ് അവിടുന്ന്. പക്ഷെ ആരെയും പിടിച്ചു പറിച്ചതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അത്രയും ജനങ്ങളുടെ. അപ്പൊ ഇത് നമ്മൾ തെക്കോട്ട് നോക്കിയിട്ട് നമ്മളെ സ്വന്തം സാധനങ്ങൾ കാണാതെ അല്ല, പോവാ. വടക്കോട്ട് നോക്കേണ്ട ആവശ്യമില്ല ശ്രീമതി നുസ്രത്ത് ജഹാൻ. നമ്മൾ മൊണാലിസയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഒരു മുൻപ് ശ്രീമതി നുസ്രത്ത് ജഹാൻ 2 മാസങ്ങൾക്ക് മുൻപ് ഇങ്ങ് തെക്ക് കേരളത്തിൽ ചോറ്റാനിക്കരയിൽ ഒരു പോക്സോ കേസ് ഇര മരണപ്പെട്ടു. 19 വയസ്സുള്ള പെൺകുട്ടിയാണ്. എത്രയോ നാളായി ആ പെൺകുട്ടി കാമുകന്റെ കസ്റ്റഡിയിലായിരുന്നു. ഒരു പോക്സോ കേസ് ഇരയെ എങ്ങനെ തുടർന്ന് സംരക്ഷിക്കണം എന്നുള്ളത് ഒരു ജനകീയ ജാഗ്രതാ സമിതിയിൽ ആ പെൺകുട്ടി ഒരു പഠനത്തിനും പോയിരുന്നില്ല. അവൾ വീട്ടിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി നിൽക്കുകയായിരുന്നു. തിരികെ എത്താം. മൊണാലിസയെ പറയുമ്പോൾ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പഠനത്തിനും പോകാതെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രം ഏറ്റ് ജീവിക്കേണ്ടി വന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. ഉദാഹരണമായി വൈറലായ ഒരു വിഷയം നമ്മൾ അവിടെ നിരവധിയായിട്ടുള്ള മൊണാലിസ അയോധ്യ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് വൈറലായ